കൊച്ചി പനമ്പിള്ളി നഗറിൽ നടുറോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മയുടെ മൊഴി പുറത്ത്. തന്നെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാൾ പീഡിപ്പിച്ചതാണെന്നും മാതാപിതാക്കൾക്ക് പീഡന വിവരം അറിയില്ലായിരുന്നുവെന്നും പെൺകുട്ടി മൊഴി നൽകി. ചേതൻ സാജൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ചേതൻ, ഇന്ന് രാവിലെയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈയൊരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. അതിലൂടെ കൂടുതൽ വിവരങ്ങളും വ്യക്തമായിരിക്കുകയാണ്. വിശദാംശങ്ങൾ. ആര്യ, കൊച്ചിയിൽ കുഞ്ഞിനെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ ഈ സംഭവത്തിലാണ് ഇപ്പോൾ പീഡനത്തിരയായ യുവതിയുടെ മൊഴി പുറത്തു വന്നിരിക്കുന്നത്. മൊഴി പ്രകാരം മാതാപിതാക്കൾക്ക് ഈ പീഡന വിവരം അറിയില്ലായിരുന്നു. താൻ ഗർഭിണിയാണെന്നുള്ള കാര്യം മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ പീഡിപ്പിച്ചത് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു യുവാവാണ് തന്നെ പീഡിപ്പിച്ചതെന്നാണ് പോലീസിന് ഈ യുവതി നൽകിയിരിക്കുന്ന മൊഴി. ഈ പ്രതി ഒരു ഡാൻസർ ആണെന്നും സ്വാഭാവികമായും ഇൻസ്റ്റാഗ്രാമിലെ പരിചയത്തിലൂടെയുള്ള സൗഹൃദം പിന്നീട് ഈ യുവാവ് മുതലെടുക്കുകയും തന്നെ നിർബന്ധപൂർവ്വം ലൈംഗികമായി ഉപദ്രവിക്കുകയായിരുന്നു എന്നാണ് ഈ പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഈ പെൺകുട്ടിയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാവിലെ 5 മണിയോടുകൂടിയാണ് ഈ പെൺകുട്ടി ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. ശേഷം മാതാപിതാക്കൾ അറിയാതെ തന്നെ ഒരു 6 മണിക്കുള്ളിൽ തന്നെ ഈ ഫ്ലാറ്റിന് പുറത്തേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറുകയായിരുന്നു. ഏതായാലും ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞ് ചാവുള്ളിയായി ജനിച്ചു എന്നതാവാം, അല്ലെങ്കിൽ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടതാവാം എന്നുള്ള ഈ രണ്ട് സംശയങ്ങൾക്കും വ്യക്തമായ ഒരു മറുപടി ലഭിക്കണമെങ്കിൽ ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ പെൺകുട്ടിയും ഈ യുവാവുമായുള്ള സൗഹൃദത്തിന്റെ ചാറ്റ് ഹിസ്റ്ററിയും മറ്റു ഈ യുവാവിന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒക്കെ പോലീസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ യുവാവിനെ പറ്റിയുള്ള ചിത്രം വ്യക്തമായിട്ടുണ്ട്. ഇനി ഉടനെ തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. ശരി. കൊച്ചി പനമ്പിള്ളി നഗറിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ കുഞ്ഞിന്റെ അമ്മയുടെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടയാൾ പീഡിപ്പിച്ചതാണെന്നും പീഡന വിവരം മാതാപിതാക്കൾക്ക് അറിയില്ലെന്നുമായിരുന്നു പെൺകുട്ടി മൊഴി നൽകിയത്.